വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റാണോ സംഭവിക്കുന്നത് ശ്രീ ഹരിദാസ്? വ്യാഖ്യാനിക്കുന്നതിലെ തെറ്റല്ല ശ്രീ ഷാക്കിർ. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഈ ധാതുഖനനവുമായി ബന്ധപ്പെട്ട ആശങ്ക ആദ്യമായിട്ട് ഉയർത്തിയത് KC വേണുഗോപാലാണ്. അല്ലാണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരുമല്ല. താങ്കളും അല്ല, ശ്രീ വേണുഗോപാലും അല്ല, മഞ്ജുഷും അല്ല, ഞാനും അല്ല. KC വേണുഗോപാലാണ് പറഞ്ഞത് കേന്ദ്രത്തിനെ ധാതുഖനനവുമായി ബന്ധപ്പെട്ടിട്ടൊരു കാഴ്ചപ്പാടും അതിൻ്റേതായിട്ടുള്ള നിയമനിർമ്മാണവും നടത്തിയിട്ടുണ്ട്. അതിനപ്പുറമുള്ള എന്ത് തീരുമാനങ്ങൾ ആരെടുത്താലും അതിനെ എതിർക്കേണ്ടി വരുമെന്ന് പറഞ്ഞതാര? KC വേണുഗോപാലാണ്. ആരാണ് KC വേണുഗോപാൽ? കോൺഗ്രസിൻ്റെ വർക്കിംഗ് ജനറൽ സെക്രട്ടറി അങ്ങനെ പറയുന്നു. ഇപ്പുറത്ത് M ലിജു എന്ന് പറയുന്ന നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി പറയുന്നു ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടിട്ടോ ഈ വീര്യം കുറഞ്ഞ മദ്യം മാർക്കറ്റിൽ വിൽക്കേണ്ട കാര്യത്തെക്കുറിച്ചിട്ടോ അതിൻ്റെ നികുതി കുറയ്ക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടോ എന്നോട് സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് കൂടിയായ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി അളിയനെ തൻ്റെ വകുപ്പിലെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് എടുത്ത കാര്യം മറ്റാർക്കും അറിയില്ലെന്ന് പറയുന്നു. താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നെടുത്ത നല്ല കാര്യങ്ങൾക്കെല്ലാം കൈയടിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ആശാ വർക്കർമാരുടെ പൈസ കൂട്ടിയ കാര്യത്തിലായാലും അതൊക്കെ നല്ല കാര്യം തന്നെ. ഇനിയിപ്പോൾ 3000 രൂപ ക്ഷേമ പെൻഷനാക്കാൻ പോകുന്നു എന്ന് പറയുന്നതിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പെൺകുട്ടികൾക്ക് 1000 രൂപ കൊടുക്കുന്ന കാര്യത്തിനെ. പക്ഷേ ഇവിടെ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കുക, കേവലം 37 ദിവസം കൊണ്ട്, 37 അല്ല അതിലത്തെ 7 ദിവസം മാറ്റി നിർത്തിയാൽ 30 ദിവസം കൊണ്ട് ഒരു മദ്യനയത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ വിഷയത്തെക്കുറിച്ചിട്ടോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ ഉന്നതരായ നേതാക്കൾ ഈ വിഷയം കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച് വിമർശിക്കുമ്പോൾ എങ്ങനെയാണ് ഈ കഴിഞ്ഞുപോയ ഈ ആശാവർക്കർമാരുടെ പൈസ കൂട്ടിയ കാര്യം നല്ലതല്ലേ, അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യേണ്ട എന്നൊക്കെ നമ്മുടെ കേരളം എങ്ങനെയാണ് തീരുമാനിക്കുക? അത് പറ്റില്ല. ചർച്ച ചെയ്തുകൊണ്ട് തന്നെ മുൻപോട്ട് പോകണം. കാരണം 10 വർഷത്തെ ഭരണക്കെടുതിയിൽ നിന്നും കേരളത്തെ മോചിപ്പിച്ചത് ഒരു VD സതീശൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല. ഇവിടുത്തെ ജനങ്ങൾ ആത്മാർത്ഥമായിട്ട് LDF ഭരണം മാറണം എന്നുള്ളൊരു ചിന്താഗതി വന്നതുകൊണ്ടാണ്. പിന്നെ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, 2021 UDF അധികാരത്തിൽ കയറിയിരുന്നുവെങ്കിൽ 2026 ഭരണം തീർച്ചയായിട്ടും ഇടതുപക്ഷത്തേക്ക് പോകുമായിരുന്നു. കാരണം എന്താ, ഈ 5 വർഷം കൊണ്ട് ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നത് പോലെയാണ് ഈ ഭരണം മുൻപോട്ട് പോകുന്നതെങ്കിൽ 2031 തെരഞ്ഞെടുപ്പിലെ തങ്കത്തളികയിലാക്കിക്കൊണ്ട് UDF ഭരണം LDFൻ്റെ കയ്യിൽ കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം തുടക്കത്തിൽ പിഴച്ചാൽ അത് ഒടുക്കവും പിഴയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു പഴഞ്ചൊല്ലാണത്. തുടക്കത്തിൽ തന്നെ 2-3 നിർണായകമായ കാര്യങ്ങളിൽ അങ്ങേയറ്റം തെറ്റുപറ്റിയിരിക്കുന്നു. VD സതീശൻ സമരമുഖങ്ങളിൽ അങ്ങേയറ്റം അണിനിരന്നുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷവും കേരളത്തിൽ മുൻപോട്ട് പോയിട്ടുള്ളത്. എന്തിനെയൊക്കെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എതിർത്തിരുന്നോ അത്തരത്തിലുള്ള കാര്യങ്ങൾ UDFൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന നിലപാട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജനം അതിനെ കാണുക? ഇതാണല്ലോ വിഷയം. ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശൻ എടുക്കുന്ന തീരുമാനങ്ങൾ അത് അനുകൂലിക്കുന്നവർ പോലും ഒരു ചോദ്യം ഉന്നയിക്കും. പ്രതിപക്ഷത്തിരുന്നപ്പോൾ താങ്കൾ എതിർത്തതാണല്ലോ ഇതിനെന്ന്. അതായത് LDFൻ്റെ പതിവ് രീതി പ്രതിപക്ഷത്തിരുന്നപ്പോൾ എതിർക്കുകയും ഭരണത്തിൽ വരുമ്പോൾ അനുകൂലിക്കുകയും ചെയ്യുന്ന രീതി അത് VD സതീശൻ്റെ കാര്യത്തിൽ വരികയാണ്. അതല്ലേ ഒരു പ്രശ്നമായി വരുന്നത്. ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചതാണ്. എന്താണ് പിണറായി സർക്കാർ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. ഇവിടെ മദ്യമുതലാളിമാർക്ക് കുറഞ്ഞ നികുതി നിരക്ക് നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് അവരെ വളരാൻ അനുവദിക്കുന്നു എന്നുള്ള കാര്യം അന്ന് VD സതീശന് ഉന്നയിച്ചതാണ്. ഇതല്ലേ പ്രശ്നമാകുന്നത് യഥാർത്ഥത്തിൽ? യഥാർത്ഥ പ്രശ്നം ഇതല്ല. യഥാർത്ഥ പ്രശ്നം ഭരണയന്ത്രം ചലിപ്പിക്കുമ്പോഴേ ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. പ്രതിപക്ഷത്തിരിക്കുമ്പം നമുക്ക് എന്തും പറയാം, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നമുക്ക് എന്തിനേയും വിമർശിക്കാം. പ്രതിപക്ഷത്തു നിന്ന് ഭരണപക്ഷത്ത് വരുമ്പോഴാണ് കളി മാറുന്നത്. അവിടെ അതുകൊണ്ടാണല്ലോ മറ്റേ അറബിക്കടലിൽ തള്ളും എന്നുള്ള കാര്യം മന്ത്രി KM ഷാജി അവിടെ സെക്രട്ടറിമാര് തരത്തിലുള്ള മടിയുമില്ലാതെ തള്ളിക്കളഞ്ഞത്. അവിടെ സെക്രട്ടറിമാരുൾപ്പെടെയുള്ളവർ ഖജനാവിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ചോദിക്കും. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം എന്ന് കേൾക്കുമ്പോൾ ഇവിടെ ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ ഞെട്ടുന്നതിൽ എനിക്ക് അതിശയം തോന്നുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.